അയ്യപ്പൻ ചേട്ടാ, കണ്ണൂരിലെ രാഷ്ട്രീയം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പുതിയതായി വരുന്ന ഒരു വാർത്ത നമുക്ക് പി കുഞ്ഞികൃഷ്ണനെ പറ്റിയിട്ട് അറിയാം. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വാർത്തകളുമായി രംഗത്ത് വന്ന ഒരാളായിരുന്നു പാർട്ടിയുടെ തന്നെ പി കുഞ്ഞികൃഷ്ണൻ. ഇപ്പോ അവിടെ ഇയാള് കൃത്യമായി തന്റേതായിട്ടുള്ള ഒരു പാർട്ടി ഓഫീസൊക്കെ തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ചേട്ടാ, പി കുഞ്ഞികൃഷ്ണന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഓഫീസ് എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റണം. ഈ നിലപാടാണ് കണ്ണൂരിലെ സഖാക്കൾ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ കുടുംബത്തോട് പച്ചയ്ക്ക് കത്തിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് അവിടെ നടക്കുന്നത്? ഇപ്പോ കൃത്യമായി ഏകാധിപത്യ ഭരണത്തിലേക്ക് കണ്ണൂർ മാറിക്കഴിഞ്ഞു. അല്ല, അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു അലങ്കാരമാണ്. അതായത് പയ്യന്നൂര്, പിന്നെ കണ്ണൂർ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ CPM എന്ന് പറയുന്ന പാർട്ടി ഇങ്ങനെയൊക്കെ ആണ്. അതവർക്കൊരു അലങ്കാരമാണ്. നമ്മൾ പറയും അത് അഹങ്കാരമാണ്, കണ്ണിൽ ഇരുട്ട് കയറിയിട്ട് ഒരുമാതിരി എന്തും കാട്ടിക്കൂട്ടുന്നതാണ്, പുറലോകം കേട്ടാൽ അത് മോശമാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഞങ്ങൾക്ക് ക്രെഡിറ്റ് ആണെന്ന് അവർ പറയുന്നത്. അതൊന്നും അവർക്കൊരു വിഷയമേ ഇല്ല. പാർട്ടി എന്ന് പറയുന്ന CPM എന്ന് പറയുന്ന പാർട്ടി തങ്ങളെ രക്ഷിച്ചോളും. ഇവിടെ ഭരിക്കുന്നത് പിണറായി വിജയനാണ്, അല്ലെങ്കിൽ CPM ആണ്. അതിൻ്റെ ഹുങ്ക് ഞങ്ങൾ കാണിക്കും. അതാണ് ഇവർ കാണിക്കുന്നത്. ഈ മറ്റ് ബാഹ്യലോകം തങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നവർ ചിന്തിക്കുന്നതേ ഇല്ല. ഇപ്പം നമ്മളിതൊക്കെ പറയുമ്പോൾ പോടാ നിന്റെ പാട്ടിനെ എന്ന് വേണമെങ്കിൽ പറയും. അത് അവരുടെ ഒരു രീതിയാണ്. പക്ഷേ കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയുമെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അത് കൊണ്ടറിയും. അത് അധിക കാലം പോവില്ല, അധികകാലം ഇത് പോവില്ല, കൊണ്ടറിയും. അപ്പോൾ ഇവിടെ നമ്മൾ പറയേണ്ടി വരുന്നത്, കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സഖാവ് 60 കൊല്ലം, നമ്മൾ G. സുധാകരൻ്റെ കഥ പറഞ്ഞ പോലെ 1 അല്ല 10 അല്ല 60 കൊല്ലം ആ പാർട്ടിയുടെ അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തെ പോലൊരാള് ഈ പറയുന്ന ഫണ്ട് വെട്ടിപ്പെന്ന് പറയുന്നത് പുറം ലോകം അറിയാൻ, അത് പറയാനുള്ളിടത്ത് എല്ലാം പറഞ്ഞിട്ട് കേൾക്കാതെ പോയിട്ട് അവസാനം അദ്ദേഹം ഒരു മുഖ്യധാര മാധ്യമത്തിൽ വന്നിരുന്ന് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന് സ്ഥാനമോഹമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും നേടാനോ അല്ല അദ്ദേഹം പറഞ്ഞത്. ഇതൊരു പ്രതീകാത്മകമായ അദ്ദേഹത്തിൻ്റെ റിവഞ്ചാണിത്. നമ്മൾ ഇത്രയും ഈ പാർട്ടിക്കൊപ്പം നിന്ന് അദ്ദേഹം ഒരു പാർട്ടിക്കാരനായിരുന്നല്ലേ. ഈ പാർട്ടിയിൽ തന്നോടൊപ്പം ഉള്ളവർ തന്നോട് ചെറ്റത്തരം കാണിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു റിവഞ്ച് എടുക്കണ്ടേ? പിന്നെ അല്ലെങ്കിൽ അദ്ദേഹം എന്ത് കമ്മ്യൂണിസ്റ്റ് എന്ന് അദ്ദേഹം ചിന്തിക്കും, അതിൽ തെറ്റില്ല. ഇവിടെ അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തപ്പോൾ ജോസഫ് സി മാത്യു എന്ന് പറയുന്ന ഇടത് ചിന്തകൻ, ജോസഫ് സി മാത്യുവിനെ കുറിച്ച് പറയുമ്പോൾ VS എന്ന് പറയുന്ന അവരുടെ ഏറ്റവും വലിയ നേതാവ്, കേരളം കണ്ട ഏറ്റവും നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന പേരിൽ ജോസഫ് സി മാത്യുവിനെ ഇവർ വേട്ടയാടിയത് അറിയാമല്ലോ. അതുപോലെ ഈ MN വിജയൻ എന്ന് പറയുന്ന ഈ ജോസഫ് സി മാത്യു പുസ്തകം കൊടുത്തത് MN വിജയൻ എന്ന് പറയുന്ന ഇടത് ചിന്തകന്റെ മകൻ അനിൽകുമാറിനാണ്. എന്നിട്ട് ആ ബുക്ക് സ്വീകരിച്ച് അനിൽകുമാറിന്റെ വീട്ടിൽ റീത്ത് കൊണ്ടുവച്ച് പ്രതീകാത്മകമായി റീത്ത് വെച്ചവരാണ് അവിടുത്തെ സഖാക്കൾ. ഒരു കാര്യം വ്യക്തമാണ്, ഇവരെ കൊണ്ട് ഈ പറയുന്ന രീതിയിൽ ചെയ്യിക്കുന്നവർ പറഞ്ഞു ചെയ്യിക്കുന്നവരുണ്ട്. ഇത് ചെയ്യുന്നവരോ പറഞ്ഞു ചെയ്യിക്കുന്നവരോ അറിയുന്നില്ല. തങ്ങൾ കാണിക്കുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം MN വിജയൻ മാഷിനെ ഇവർ കൊന്നതെന്നേ പറയാൻ പറ്റും. MN വിജയൻ മാഷ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇടത് ആശയങ്ങൾ ഇവരുടെ ആശയങ്ങളുമായി ചേരാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം ഇടിച്ചിടിച്ച് നിന്നൊരു ഇടത് ചിന്തകനാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണം മാധ്യമങ്ങൾക്കുള്ളിൽ ഹൃദയം പൊട്ടി മരിച്ച ഒരാളാണ്. അത് നിങ്ങൾക്കറിയാം, ഹൃദയം പൊട്ടിയാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗം റിപ്പോർട്ട് ചെയ്തിരുന്ന മാധ്യമപ്രവർത്തകർ കണ്ട് അതിശയിച്ചു പോയി. കാര്യം അദ്ദേഹം അത്ര കണ്ട് ഈ പാർട്ടിക്കൊപ്പം ഇടിച്ചിടിച്ച് നിന്ന് ഇപ്പൊ ഈ G. സുധാകരൻ ഇടിച്ചു നിൽക്കുന്നത് പോലെ അങ്ങനെ ഈ പാർട്ടി ദ്രോഹിച്ച ഒരു വ്യക്തിയാണ് MN വിജയൻ. ആ MN വിജയന്റെ മകനെ അനിൽകുമാറിന്റെ വീട്ടിന്റെ മുന്നിലാണ് ഇവർ റീത്ത് കൊണ്ട് വെച്ചത്. പക്ഷെ ചേട്ടാ, പറയാതിരിക്കാൻ പറ്റില്ല, ജനാധിപത്യ രാജ്യമാണിത്. ജനാധിപത്യമായിട്ടുള്ള എല്ലാവരുടേതായിട്ടുള്ള മൗലിക അവകാശങ്ങളുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയായി വരിക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അവർക്ക് അവിടെയുള്ള സപ്പോർട്ടിന്റെ പുറത്തായിരിക്കും. പി കുഞ്ഞികൃഷ്ണൻ അവിടെ നിലകൊള്ളുന്നത്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണോ അവിടെ ഈ തെരഞ്ഞെടുപ്പ് ഓഫീസ് കിട്ടുന്നത്, ഇത് പൊളിച്ചു മാറ്റാനുള്ള എന്ത് അധികാരമാണ് സർക്കാർ കൊടുത്തിട്ടുള്ളത് മനസ്സിലാകുന്നില്ല. ഇത് നമ്മൾ കേട്ട് പരിചിതമായിട്ടൊരു കാര്യമാണ്. ഗുണ്ടകളെയാണോ നിങ്ങൾ വളർത്തുന്നത്? ഇവിടെ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കേണ്ടതില്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് എങ്കിൽ കണ്ണൂരിലെ ജനങ്ങളോട് കഷ്ടമാണ് തോന്നുന്നത്. നിങ്ങളുടെ കൺമുന്നിലല്ലേ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത്? അവിടെ സ്ഥലമുടമയുടെ സമ്മതപ്രകാരം പണി നടന്നുകൊണ്ടിരുന്ന ഒരു ഓഫീസ്, ആ ഓഫീസാണ് ഇപ്പോ പറയുന്നത് സ്ഥലം ഉടമയ്ക്ക് ഭീഷണി ചെല്ലുന്നു. അതേപോലെ പി കുഞ്ഞികൃഷ്ണനോട് പറഞ്ഞിട്ടുള്ളത് കുടുംബത്തെ ഉൾപ്പെടെ കത്തിച്ചു കളയുമെന്നൊരു രീതിയിലാണ് അവരോട് സംസാരിക്കുന്നത്. ഇത് എവിടുത്തെ നിലപാടാണ്? ഇതിപ്പോ അടുത്ത നിമിഷം അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും പി കുഞ്ഞികൃഷ്ണനും കുടുംബത്തിനും എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിക്കുകയാണെങ്കിൽ അപ്പോൾ പാർട്ടി എന്താണ് നിലപാടെടുക്കുന്നത്? ഞങ്ങൾ അതിനോട് അനുശോചനം രേഖപ്പെടുത്തുന്ന രീതിയിൽ തള്ളിക്കളയുന്ന ഒരു രീതിയിലേക്കാണോ പോകുന്നത്? അതോ പാർട്ടിക്കൊടി നാണമുണ്ടെങ്കിൽ നിങ്ങൾ അത്തരത്തിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പാർട്ടിക്കൊടിയുമായി അല്ലെങ്കിൽ പാർട്ടിയുടെ രീതിയിൽ അവിടെ ചെന്ന് അദ്ദേഹത്തിനെ പുതപ്പിക്കില്ല. ആ ഒരു രീതി തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷെ ഇങ്ങനത്തെ നിലപാടുകൾ ശരിയല്ല.
ഒരിക്കലും ഒരു ഭരണാധികാരിയും എടുക്കാൻ പറ്റാത്തൊരു നിലപാടാണ്. നിങ്ങൾക്ക് ഭയമാണോ പി കുഞ്ഞികൃഷ്ണനോട്? അവിടെ ഒരു തെരഞ്ഞെടുപ്പ് ഓഫീസ് ഇടുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണ് ഉണ്ടാകുന്നത്? പാർട്ടിയുടെ ഗ്രാമം എന്നല്ലേ നിങ്ങൾ കണ്ണൂരിനെ വിളിക്കുന്നത്? അപ്പോൾ അത്ര ഒരു ഗ്രാമത്തിൽ പി കുഞ്ഞികൃഷ്ണൻ, ചിലപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ വരുന്ന ആൾക്കാരോടായിരിക്കും ഇവർക്ക് ഇത്ര ഭയമുള്ളത്. ഇദ്ദേഹം തെരഞ്ഞെടുപ്പിന് നല്ല രീതിയിൽ പ്രചാരണം നടത്തുകയാണെങ്കിൽ പി കുഞ്ഞികൃഷ്ണൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് തോന്നുന്ന ജനങ്ങൾ മാറ്റിക്കുത്തുമോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം ഇത്തരം ഭീഷണികൾ വളരുന്നത്. അതേപോലെ വടിവാളുമായി നിങ്ങളുടെ പ്രവർത്തകരെ അങ്ങോട്ട് നിങ്ങൾ വിടുന്നത്, ആര് ശബ്ദിച്ചു കഴിഞ്ഞാലും അവരുടെ നാവറത്ത് മാറ്റുമെന്ന രീതിയിൽ ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത്, ഇതൊരിക്കലും ഒരു ജനാധിപത്യ രാജ്യം എന്ന രീതിയിൽ ഇന്ത്യയെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിനിപ്പോ ഏത് തലതൊട്ടപ്പം വന്നു കഴിഞ്ഞാലും ശ്രീ വിജയൻ ഭരിക്കുന്ന സർക്കാരാണെങ്കിലും ശരി, ഇതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങളുടെ സ്ഥലമാണ് കണ്ണൂർ എന്ന രീതിയിൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കേരളത്തിലെ 14 ജില്ലകളിൽ ഒരു ജില്ലയായിട്ട് മാത്രമേ നമുക്ക് കണ്ണൂരിനെ കാണാൻ പറ്റുള്ളൂ. കണ്ണൂരിന്റെ ലേബിൾ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് എന്ന ലേബൽ അല്ല കൊടുത്തിട്ടുള്ളത്. കണ്ണൂരിൽ അല്ലാത്ത ജനങ്ങളും ഇല്ലേ ചേട്ടാ? എല്ലാ രീതിയിലുള്ള ജനങ്ങളും വസിക്കുന്നില്ലേ? അതിനകത്തിൽ എവിടെയാണ് പാർട്ടി ഗുണ്ടകൾക്ക് മാത്രമായിട്ട് ഒരു ഗ്രാമമായിട്ട് പതിച്ചു നൽകിയിരിക്കുന്നത്? അറിയില്ല, ഈ കേരളത്തിന്റെ ഉൽപ്പത്തിയിൽ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റുകാർക്കായിട്ട് ഒരു ഗ്രാമം എന്ന രീതിയിൽ കൊടുത്തിട്ടില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഇതൊക്കെ കണ്ണൂരിൽ സംഭവിക്കുന്നത്? ഇത് കണ്ണൂരിൽ മാത്രമാണോ സംഭവിക്കുന്നതെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. പാർട്ടി എവിടെയൊക്കെയുണ്ട് അവിടെയെല്ലാം ഇത്തരം ഭീഷണികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത്തരം രീതിയിൽ ഗുണ്ടകളെ അഴിഞ്ഞാടാൻ വിടുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതല്പം കടുത്തു പോയില്ലേ? ഇത്തരത്തിലൊരു പച്ചയ്ക്കൊരു ഭീഷണിയൊക്കെ കൊടുക്കുക എന്ന രീതിയിൽ, അല്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ പൊളിച്ചു മാറ്റണമെന്ന നിലപാട് പറയുന്ന സമയത്ത് അവിടെ എങ്ങനെയാണ് സാധാരണ ജനങ്ങൾ ഒരു പേടി കൂടാതെ ജീവിക്കാൻ പറ്റുന്നത്? ഒരു ചോദ്യമില്ലേ? തീർച്ചയായിട്ടും. അതായത് ഇതിലിപ്പോൾ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന അവരുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ രക്തസാക്ഷി ഫണ്ടിന്റെ തട്ടിപ്പ് പുറലോകത്തെ അറിയിച്ചത് വ്യക്തമായ കണക്കും രേഖകളുമായിട്ടാണ്. അതിന് ഈ പറയുന്ന ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് എന്ന് പറയുന്ന ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത ഒരു ജില്ലാ സെക്രട്ടറി, ആ സീറ്റിൽ ഇരുന്നവർ ആരൊക്കെയാണ് എന്നുള്ളത്, ആ സീറ്റിന്റെ മഹത്വം എന്താണെന്നുള്ളത് ഇവിടെ ജനത്തിനറിയാം, സാധാരണ ജനത്തിനറിയാം, കണ്ണൂരിലെ ജനത്തിനറിയാം. ഈ കെ രാഗേഷിനെ സെക്രട്ടറി പദത്തിലേക്ക് അവരോധിക്കാനായി തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ വന്ന് അദ്ദേഹത്തിനെ അവിടെ അവരോധിച്ചിട്ട് പോയ ഒരാളാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി എന്ത് പറയുന്നോ ആ കൂത്തിനൊത്ത് ആടുന്ന ഒന്നും അറിയാത്ത കെ രാഗേഷിന്റെ ഹൈപ്പ്, ഈ കണ്ണൂർ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിനുണ്ടായ ഹൈപ്പ് എങ്ങനെയാണ് എന്ന് നമ്മൾ പത്രം വായിക്കുന്നവർക്ക്, അല്ലെങ്കിൽ രാഷ്ട്രീയം അറിയാവുന്നവർക്കും രാഷ്ട്രീയം പഠിക്കുന്നവർക്കും അറിയാം. അപ്പോൾ ഈ കെ രാഗേഷ് എന്ന് പറയുന്ന സെക്രട്ടറി പറഞ്ഞത് കേട്ട് ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ അവിടെ MP ഗോവിന്ദനുണ്ട്, P ജയരാജനുണ്ട്, EP ജയരാജനുണ്ട്. ഇതിൽ P ജയരാജനും ഈ പറയുന്ന EP ജയരാജനൊന്നും ഇതിലൊന്നും ഇൻവോൾവ്മെന്റ് ഉണ്ടാവുമെന്ന് ധരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാര്യം അവരൊക്കെ തന്നെ ഇപ്പൊ ഒതുക്കപ്പെട്ട ആൾക്കാരാണ്. P ജയരാജന് സീറ്റുമില്ല, MP ജയരാജന് സീറ്റില്ല, കഴിഞ്ഞു അവരുടെ രാഷ്ട്രീയം. പിന്നീട് ഇപ്പൊ ബാക്കിയുള്ളത് MP ഗോവിന്ദനാണ്. EP ജയരാജനും P ജയരാജനുമില്ല, പിന്നെയുള്ളത് MP ഗോവിന്ദനാണ്. MP ഗോവിന്ദനും പിന്നെ ഈ പറയുന്ന MP ജയരാജനും, ഇവരെല്ലാവരുമാണ് ഈ കാണുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചത്, ഈ കാണിക്കുന്ന രീതികൾ, ഇപ്പം നമ്മൾ ഈ അടുത്തിടയ്ക്ക് തദ്ദേശ ഇലക്ഷനിൽ ലീഗ് നേതാവ് ഈ പറയുന്ന കണ്ണൂരിൽ ഒരു സീറ്റ് ജയിച്ചപ്പോൾ ഒരു ലീഗ് നേതാവിന്റെ വീട്ടിലേക്ക് നമ്മൾ ഈ പറയുന്ന ബീഹാറിലും അല്ലാതെയുമൊക്കെ ചില ആക്രമികൾ വീട് കയറി അടിക്കുന്ന രംഗം പോലെ ഒരു കൂട്ടം CPM-കാർ ആക്രോശിച്ചു പോകുന്ന രംഗം അതിനെ കണ്ടായിരുന്നോ? അത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. കാര്യം ഈ പറയുന്ന രീതിയിൽ ഇവർ ഇതെല്ലാം കാണിച്ചു കൂട്ടുമ്പോൾ ഇവർ കരുതുന്നത് ഇവർ ഈ കാണിക്കുന്ന പേക്കൂത്ത് എന്നും നടക്കുമെന്നൊക്കെയാണ്. ഇതിനൊരു അറുതിയാണ് ശരിക്കും വേണ്ടത്. കാര്യം 2 ടേം ഭരണത്തിൽ കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഈ പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു, കുഞ്ഞികൃഷ്ണൻ ചേട്ടന്റെ ഈ പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. അവിടെ വന്നത് ആരെന്നാണ് വിചാരിക്കുന്നത്? ഏതാണ്ട് 6000-ലധികം ആൾക്കാരാണ് വന്നത്. എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർ ഭയക്കുന്നുണ്ട്. ഈ പയ്യന്നൂർ മധുസൂദനൻ, TA മധുസൂദനൻ എന്ന് പറയുന്ന മുൻ MLA, അദ്ദേഹം കൂടെ ചേർന്നാണ് ഈ വെട്ടിപ്പ് നടത്തിയത്. മധുസൂദനനെ തന്നെ വീണ്ടും മത്സരിപ്പിക്കുകയും കുഞ്ഞികൃഷ്ണൻ ഒരു സ്ഥാനാർത്ഥിയാവുകയും ചെയ്യുമ്പോൾ ഇവർ ഭയക്കുന്നുണ്ട്. ഇവരിലെ ലീഡ് കുറഞ്ഞാൽ പോലും അവർ ഭയക്കുന്നുണ്ട്. ബാക്കി ഭയന്നിട്ടായിരിക്കും ആൾക്കാർ ചിലപ്പോൾ മധുസൂദനന് വോട്ട് ചെയ്യുന്നത്. കാര്യം ആൾക്കാരെ അത്ര കണ്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഭാഷയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മുഖ്യമന്ത്രി മത്സരിക്കുന്ന സ്ഥലത്ത് പോലും, ധർമ്മടത്ത് പോലും ആൾക്കാർ എന്തുകൊണ്ട് വോട്ട് ചെയ്യുന്നത് വെച്ചാൽ, വോട്ട് ചെയ്തില്ലെങ്കിൽ അവിടെ ജീവിക്കാൻ ഒക്കില്ല, അദ്ദേഹത്തിന് ജയിപ്പിച്ചു വിട്ടില്ലെങ്കിൽ ജീവിക്കാൻ നോക്കില്ല. ചിലപ്പോ വോട്ട് ചെയ്ത് ജയിച്ചു കഴിഞ്ഞാൽ ഈ ശല്യം ഇവിടെ നിന്ന് പോകുമല്ലോ എന്ന് ധരിച്ച് ജയിപ്പിച്ചു വിടുന്നവരുണ്ട്. പക്ഷെ ചേട്ടാ ഒന്ന് ആലോചിക്കണം, പാർട്ടിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ 1 ലക്ഷമോ 2 ലക്ഷമോ 5 ലക്ഷമോ ആയിരിക്കാം. പക്ഷേ കേരളത്തിൽ ജനങ്ങൾ എന്ന് പറയുന്നത് 3.5 കോടിയാണ്. ഈ 5 ലക്ഷത്തിനെതിരെ 3.5 കോടി നിൽക്കുന്ന സമയത്ത് നമുക്ക് ആലോചിക്കണം, ചെറിയ ശക്തിയല്ല, ജനങ്ങളുടെ തീരുമാനം തന്നെയാണ് ആര് ഭരിക്കണം ആര് വീഴണം എന്നുള്ളത്. പക്ഷേ നിങ്ങൾ കൊലയാളിയെയും കൊലപ്പുള്ളിയെയും ഒക്കെ സ്ഥാനാർത്ഥിയായി നിർത്തുന്ന സമയത്ത് ഒരു ജനങ്ങൾക്കും പേടിച്ച് അംഗീകരിച്ച് വോട്ട് നൽകി നിൽക്കാൻ സാധിക്കില്ല. കാരണം എന്റെ ജനപ്രതിനിധിയായിട്ട് എനിക്കൊരു കൊലപാതകിയെ കാണാൻ സാധിക്കില്ല. എന്റെ ജനപ്രതിനിധിയായി ഒരിക്കലും ഒരു രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടത്തുന്ന അങ്ങനെ ഒരു തട്ടിപ്പുകാരനെ എനിക്കൊരിക്കലും ജനപ്രതിനിധിയായി കാണാൻ സാധിക്കില്ല.
ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി വോട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ഭീഷണിപ്പെടുത്തുകാരനെ എനിക്കൊരിക്കലും ജനപ്രതിയായി സ്വീകരിക്കാൻ പറ്റില്ല. കണ്ണൂർ ജനങ്ങളെ ഇനിയെങ്കിലും നിങ്ങൾ കണ്ണു തുറക്കൂ. പാർട്ടി ഗ്രാമങ്ങളുടെയൊക്കെ മുദ്രകളൊക്കെ മാറി തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ എല്ലാം ഭീഷണിയുടെയും അതേപോലെ വടിവാളുകളും ബോംബുകളും കാണിച്ച് മാത്രമുള്ള രാഷ്ട്രീയമാണ് അവിടെ നടക്കുന്നത്. ആ രാഷ്ട്രീയത്തിന് അതീതമായി സഖാക്കളാണ് മുന്നോട്ട് വരുന്നത്. ചേട്ടാ, കോൺഗ്രസ്സുകാരോ മറ്റു എതിർ കക്ഷികളോ പാർട്ടി ഘടകങ്ങളോ ഒന്നുമല്ല. കൃത്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ 60-50 വർഷവും പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിച്ച ആൾക്കാർ പാർട്ടി മടുത്തു അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രശ്നങ്ങളാണ് എടുത്തു കാണിക്കുന്നത്. അതിനൊരു ഉദാഹരണമാണ് പി കുഞ്ഞികൃഷ്ണനും ടി കെ ഗോവിന്ദനും ജി സുധാകരനും ഉൾപ്പെടുന്ന നേതാക്കൾ. അപ്പോൾ ജനങ്ങൾ ഇനിയെങ്കിലും ആലോചിക്കുക, എന്താണ് കണ്ണൂരിൽ നടക്കുന്നത്? ഈ ഏകാധിപത്യത്തെ നമ്മൾ ഇനിയും ചുമക്കേണ്ടിയിരിക്കുന്നു എന്ന് കണ്ണൂരിലാണ് അറിയേണ്ടത്. ബാക്കിയുള്ള സ്ഥലത്തെ പറ്റി നമുക്ക് പറയേണ്ടതില്ല. കാരണം അവിടുത്തെ ജനപ്രതിനിധികൾ നല്ലയാണെങ്കിൽ ജനങ്ങൾ ഉറപ്പായിട്ടും അവരോടൊപ്പമായിരിക്കും നിൽക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള നിലപാടുകൾ കാണിക്കുന്ന ചിലരോട് നമുക്ക് എതിരഭിപ്രായം പറഞ്ഞേ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നമ്മള് ഈ ആതിര പറഞ്ഞു നിർത്തിയ ജി സുധാകരൻ വരെ നമ്മൾ പറഞ്ഞു നിർത്തി. ജി സുധാകരൻ എന്താ പറഞ്ഞ, എനിക്കൊരു ഈ തെരഞ്ഞെടുപ്പ് ഓഫീസും വേണ്ട, ചുവരെഴുത്തും വേണ്ട, ഒന്നും വേണ്ട, കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ തീരുമാനിക്കട്ടെ. അദ്ദേഹത്തിന് ഇപ്പൊ പൊളിച്ചു മാറ്റാനല്ലേ പറഞ്ഞുള്ളൂ. അദ്ദേഹത്തിന് ജനങ്ങളുടെ മേലുള്ള വിശ്വാസത്തിന് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഈ പറയുന്ന ടി എ മസൂദിനെതിരെ അദ്ദേഹത്തിന് കിട്ടുന്ന ഓരോ വോട്ടും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഈ കാണിക്കുന്ന ഏറ്റവും വലിയ ചെറ്റത്തരത്തിനുള്ള മറുപടി. അതായത് ചെറ്റത്തരം എൻ്റെ വാക്കല്ല, അവരുടെ മുഖ്യമന്ത്രിയുടെ, അതിലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ, അവരുടെ നേതാവിന്റെ വാക്കുകളാണ്. അപ്പൊ മസൂദിനെതിരെ ഇദ്ദേഹത്തിന് വേണ്ട, ഓഫീസ് വേണ്ട. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രത്യശാസ്ത്രം, അദ്ദേഹം ഈ പ്രത്യശാസ്ത്രത്തിൽ വിശ്വസിച്ചിരുന്ന ആളാണ്. ആ പ്രത്യശാസ്ത്രത്തിന് വന്ന കെടുതിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകളുണ്ട്. ആ വാക്കുകൾ, അദ്ദേഹം പറഞ്ഞ കാര്യം, അതിൽ വിശ്വസിച്ച് ചെയ്യുന്ന വോട്ടുകൾ മതി എന്ന് കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ തീരുമാനിക്കട്ടെ.